എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രമേഹം അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഒന്ന് പരിശോധിച്ച് കാണിക്കാം. നമ്മൾ കീറ്റോയെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. റിസൾട്ടുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് കൂടി എല്ലാവരും അറിയണം. എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ കാരണം പ്രമേഹമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പലരും സോഷ്യൽ മീഡിയയിലൂടെ പല അഭിപ്രായങ്ങളും പ്രമേഹം പരിഹരിക്കുന്നതും കൊളസ്ട്രോൾ പരിഹരിക്കുന്നതും എന്തിനു പറയുന്നത് ക്യാൻസർ പരിഹരിക്കുന്ന കാര്യങ്ങൾ വരെ പറയുന്നതാണ്. പക്ഷേ റിസൾട്ടുകൾ ആരും കാണിക്കാറില്ല. ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ കുത്തുന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്, പലർക്കും പേടിയാണ്. പിന്നെ എനിക്കിതൊരു ശീലമായ കാര്യമാണ്. എന്തുവാടോ ചോരയൊന്നും ഇല്ലയോ? ഇനി വേണമെങ്കിൽ ആൾക്കാരത് പറയും കീറ്റോ ചെയ്ത് ചോരയെല്ലാം പോയെന്ന്. ആണ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇപ്പം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് 80 ഉള്ളത്. മില്ലറ്റ് കഴിച്ചാൽ പ്രമേഹം കുറയുമെന്നൊക്കെ പലരും അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ പ്രമേഹത്തിൻ്റെ തോത് കാര്യമായ കുറവ് മില്ലറ്റിൽ ഉണ്ടാകത്തില്ല. തെറ്റായ ധാരണയാണ്. പിന്നെ ബ്രൗൺ റൈസ്, പല അഭിപ്രായങ്ങളും പറയുന്നതാണ്. നമ്മൾ മരുന്ന് കഴിക്കുന്നതൊക്കെ പ്രമേഹത്തിൻ്റെ തോത് കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ്. ആ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ ലളിതമായിട്ട് പരിഹരിക്കാം. കീറ്റോ ഡയറ്റ് ഒരു പുതിയ ഡയറ്റൊന്നുമല്ല, ഒരു പ്രോപ്പർ ഹ്യൂമൻ ഡയറ്റാണ്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ ശരിയായ ഒരു ഡയറ്റ്. അപ്പോൾ അതുകൊണ്ട് ദയവായിട്ട് ഈ വിഷയം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ നമുക്ക് മറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സാമൂഹ്യ പ്രവർത്തനമാണ് ഞാൻ കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.